TVKയുടെ റാലിക്കിടയിലുണ്ടായ അതിദാരുണമായ ഒരു സംഭവം, ഇതിനെ എങ്ങനെ നോക്കിക്കാണും? മരിച്ചുപോയവരുടെ കുടുംബാംഗങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ മാത്രമേ എനിക്ക് അതിനകത്ത് സഹതാപമുള്ളൂ, വിഷമമുള്ളൂ. 18 വയസ്സിനും മുകളിൽ പ്രായമുള്ള ഏതവനും മരിച്ചവനെ ചത്തു എന്നേ ഞാൻ വിശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവിടെ ഞാൻ വിനായകന്റെ വാക്ക് കടമെടുക്കുക. തന്നെ പഠിപ്പിച്ച അധ്യാപകൻ, തൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ളവർ, തൻ്റെ കൂടെ പഠിച്ചവർ, അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ നിർണായക ഘട്ടത്തിൽ നമ്മളെ സഹായിച്ചിട്ടുള്ളവർ, അവർ 2 കിലോമീറ്റർ അപ്പുറത്ത് സുഖമില്ലാതെ കിടക്കുമ്പോൾ കാണാൻ പോകാൻ കൂട്ടാക്കാത്ത മനുഷ്യരാണ്. ഫ്രെയിമിൽ മാത്രം കണ്ടിട്ടുള്ള ഒരുത്തനെ കാണാൻ വേണ്ടി ഇടിച്ചു കയറി ചെല്ലുന്നതാണ്. അവിടെയാണ് തമിഴ്നാട്ടുകാരുടെ ബുദ്ധിയില്ലായ്മ ആലോചിക്കേണ്ടത്. താരാരാധനയുടെ ബലിമൃഗങ്ങൾ എന്ന ജോയ് മാത്യുവിന്റെ വാക്ക് വളരെ പ്രസക്തമാണ്. രാഹുൽ ഗാന്ധി കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ നടന്നു. വിജയ് വെയിലുകൊണ്ട് നടക്കുവോ? കൊട പിടിച്ചു കൊടുത്തും പുറകെ നിൽക്കേണ്ടി വരും. വിജയ് ദുരന്തത്തിന് ശേഷം നേരെ പോയത് വീട്ടിലോട്ടാ പോയെ. സ്റ്റാലിൻ കയറി ഗോളടിച്ചു. പൊളിറ്റിക്സിന്റെ ABCD അറിയാത്ത, അതായത് ജനങ്ങളുടെ മനോദൗർബല്യം മുതലെടുക്കുകയും അങ്ങനെ എനിക്ക് ആ സ്പേസിൽ കൂടെ കടന്നു വരാമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന, ചുളുവിൽ കയറി വരാൻ നോക്കുന്ന ഒരാളാണ് വിജയ് എന്ന് ഞാൻ പറയുന്നത്. രാജൻ ഭായ് നമസ്കാരം. നമസ്കാരം. രാജൻ ഭായ്, വളരെ ദാരുണമായൊരു സംഭവമാണ് തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ളത്. ഏറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ഒരു ആളാണ് വിജയ്. വിജയ് രൂപം കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് TVKയുടെ റാലിക്കിടയിലുണ്ടായ അതിദാരുണമായൊരു സംഭവം, ഇതിനെ എങ്ങനെ നോക്കിക്കാണും? ഈ മരിച്ചുപോയവരിലെ കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും മരിച്ചുപോയവരുടെ കുടുംബാംഗങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴും മാത്രമേ എനിക്ക് അതിനകത്ത് സഹതാപമുള്ളൂ, വിഷമമുള്ളൂ. കാരണം ഈ കുഞ്ഞുങ്ങളെന്തായാലും ആഗ്രഹിച്ചു പോയതൊന്നുമല്ല. കാരണം ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് 87-ലെ തെരഞ്ഞെടുപ്പിൽ യൂത്ത് വുമൻ LDFന്റെ സ്ഥാനാർത്ഥി തോറ്റുപോയി പന്തളം സുധാകരനെതിരെ. എൻ്റെ പപ്പയുടെ കൈയും പിടിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ഉദ്യോഗത്തിന് പോയിട്ടുള്ളത്. അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ പോയിട്ടുള്ള കുട്ടികളുണ്ടാവും. അല്ലാതെ 18 വയസ്സിനും മുകളിൽ പ്രായമുള്ള ഏതവനും മരിച്ചവനെ ചത്തു എന്നേ ഞാൻ വിശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവിടെ ഞാൻ വിനായകന്റെ വാക്ക് കടമെടുക്കുക. കാരണം ഈ താരാരാധനയുടെ ബലിമൃഗങ്ങൾ എന്നുള്ള പേരിൽ ഇന്ന് നടനും സംവിധായകനും നാടകൃത്തും ഒക്കെ ആയിട്ടുള്ള, അതോടൊപ്പം സാമൂഹ്യ ബോധമുള്ള ജോയ് മാത്യു ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഇവർ ആരാധനയോടെ കാണുന്ന താരങ്ങളും എല്ലാ മനുഷ്യനെയും പോലെ ഭക്ഷണം കഴിക്കുകയും വിസർജിക്കുകയും ഒക്കെ ചെയ്യുന്ന സാധാരണ മനുഷ്യരാണെന്നുള്ള ബോധം വേണം. പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. തന്നെ പഠിപ്പിച്ച അധ്യാപകൻ, തൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ളവർ, തൻ്റെ കൂടെ പഠിച്ചവർ, അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ നിർണായക ഘട്ടത്തിൽ നമ്മളെ സഹായിച്ചിട്ടുള്ളവർ, അവർ 2 കിലോമീറ്റർ അപ്പുറത്ത് സുഖമില്ലാതെ കിടക്കുമ്പോൾ കാണാൻ പോകാൻ കൂട്ടാക്കാത്ത മനുഷ്യരാണ്. ഫ്രെയിമിൽ മാത്രം കണ്ടിട്ടുള്ള ഒരുത്തനെ കാണാൻ വേണ്ടി ഇടിച്ചു കയറി ചെല്ലുന്നതാണ്. മരിച്ചാവട്ടെ എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. കാരണം അത്രയും ജനസംഖ്യയും കുറയട്ടെ. ഇന്ത്യയിലെ പോപ്പുലേഷൻ ഏറ്റവും വലിയ ശല്യം. പക്ഷേ ഇവരെ കൈപിടിച്ചു പോയ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. ഇവർ നഷ്ടപ്പെടുമ്പോൾ അനാഥമാകുന്ന കുടുംബങ്ങളെ കുറിച്ച് എനിക്ക് വിഷമമുണ്ട്. മനുഷ്യത്വം ഇല്ലാത്ത വാക്കാണെന്നൊന്നും സിബി പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. കാരണം വെച്ചാൽ തമിഴ്നാട്ടിനെ സംബന്ധിച്ച്, തമിഴ്നാട്ടിലെ ആളുകളെ സംബന്ധിച്ചിട്ടും താരാരാധന കൂടുതലുള്ള ആളുകളാണ്. ഈ പറയുന്ന DMK ആണെങ്കിലും അതുപോലെ തന്നെ ഈ പറയുന്ന ADMK ആണെങ്കിലും രൂപീകരണം തന്നെ സിനിമയിൽ നിന്നാണ്. അവിടെയാണ് തമിഴ്നാട്ടുകാരുടെ ബുദ്ധിയില്ലായ്മ ആലോചിക്കേണ്ടത്. ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം നടന്നിട്ടുള്ള നാടാണ് തമിഴ്നാട്. അതിൽ 2 ദ്രാവിഡ കക്ഷികളും മോശമൊന്നുമില്ല. DMK ആണെങ്കിലും ADMK ആണെങ്കിലും. അതുകൊണ്ട് ആ സംസ്ഥാനം എത്ര പിന്നോട്ട് പോയി എന്നുള്ളത് ആലോചിക്കണം. ആ സംസ്ഥാനത്തു നിന്നുള്ളവർക്ക് ഉത്തരേന്ത്യപ്പെട്ട് ജോലി എടുക്കാൻ പറ്റുന്നില്ല. സാമ്പത്തികമായിട്ട് ഇപ്പോഴും തമിഴ്നാട് മികച്ച രീതിയിൽ തന്നെയാണ്. മികച്ച രീതിയിലാണ്. അതിനേക്കാൾ മികച്ച രീതിയിൽ പോകാനുള്ള സാധ്യത. ഞാൻ പറഞ്ഞ അന്ധമായ ഒരു ഭാഷയോട് ഇവിടെ മലയാളികൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, സിബി ആലോചിച്ച് നോക്ക്. ഇവിടെ ജർമ്മൻ ഭാഷ പഠിക്കുന്നു, ഇവിടെ സ്പാനിഷ് ഭാഷ പഠിപ്പിക്കുന്നു. നമ്മളിതിനൊക്കെ വിമർശിക്കുന്ന സമയത്തും ഞാനൊരു കാര്യം ചോദിച്ചോളൂ. കാരണം ഈ കേരളത്തിലൊക്കെ ഈ ഒരു സമ്മേളനം നടക്കുകയാണെന്ന് ഇരിക്കും. ഇപ്പൊ എറണാകുളത്തൊരു സമ്മേളനം സംഘടിപ്പിക്കുകയാണ്. ഇപ്പൊ CPMന്റെ ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണെന്ന് ഇരിക്കുക. ഇതിന്റെ പ്രചരണ കാര്യങ്ങളൊക്കെ, അതായത് ഫ്ലെക്സ് ബോർഡുകൾ, ഇതൊക്കെ കുറെ അധികം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്ന സമയത്ത് ജില്ലാ പോലീസ് മേധാവി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതാത് സ്റ്റേഷനുകളിൽ വിളിച്ച്, കാരണം എല്ലാ സ്ഥലങ്ങളിലും പോലീസ് സ്റ്റേഷനുകളുണ്ടല്ലോ, പോലീസ് സ്റ്റേഷനുകളിൽ വിളിച്ചിട്ട് അവിടെ വയർലെസ് മെസ്സേജ് പോകാറുണ്ട്. അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ പ്രാദേശിക നേതാക്കന്മാരെ, അവിടുത്തെ കോൺഗ്രസിനാണെങ്കിൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ വിളിക്കും. ഇപ്പൊ CPM ആണെങ്കിൽ CPMന്റെ ലോക്കൽ സെക്രട്ടറി വിളിക്കും. അതിനുശേഷം അവരോട് ചോദിക്കും, നിങ്ങൾ എത്ര പേര് ആണ് ഈ പരിപാടിക്ക് പോകുന്നത്. അങ്ങനെ മൊത്തത്തിൽ കളക്ട് ചെയ്തതിനു ശേഷം ഇത്ര ആളുകൾ അവിടെ എത്തിച്ചേരും. അതായത് ഓരോ സ്ഥലത്തു നിന്നും മൊത്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 10,000 പേര് ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി സാധ്യതയുണ്ട്. ആ 10,000 പേരെ ക്രമീകരിക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളായിരിക്കും പോലീസ് ഏർപ്പെടുത്തുക. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ഇന്റലിജൻസിന്റെയും പോലീസിന്റെയും ഒരു പരാജയമുണ്ട്. അല്ല, അവിടെ വേറെ കാര്യം ആലോചിക്കേണ്ട 2 കാര്യം ഒന്ന് സിബി പറഞ്ഞു. ഒന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും പോലീസിന്റെയും വീഴ്ച, 2 പാർട്ടികൾ കൊടുക്കുന്ന കണക്ക്. കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഫലപ്രഖ്യാപനത്തിന് മുമ്പ് CPMന്റെ സംസ്ഥാന കമ്മിറ്റി, CPM പോലെ കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടി അടിത്തട്ടിൽ നിന്ന് കണക്കെടുത്തിട്ട് 12 സീറ്റ് ഉറപ്പായും ജയിക്കുമെന്നും
അത് വേണമെങ്കിൽ 16 സീറ്റ് വരെ ആകുമെന്നും നിഗമനത്തിലെത്തിയ പാർട്ടിയാണ് പക്ഷെ CPM പോലെ. അത് ഇതായിട്ട് വ്യത്യാസമുണ്ട്. അല്ല പറയട്ടെ, ഒരു പാർട്ടിയുടെ പ്രഡിക്ഷൻ തെറ്റുന്ന അവിടെയാ. ചില സ്ഥലത്ത് ആയിരക്കണക്കിന് കസേരകൾ ഇട്ടിട്ട് 100 പേരെ മാത്രം ഇരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം പാർട്ടിയുടെ കണക്കൂട്ടിൽ പാർട്ടിക്ക് ഓരോ കീഴ്കടകൾ, അല്ലെങ്കിൽ ഓരോ പാർട്ടിക്കും, കോൺഗ്രസ് ആവട്ടെ, CPM ആവട്ടെ, BJP ആവട്ടെ, അവരെ കണക്കൂട്ടലുകൾ തെറ്റുന്നു. ചിലപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ജനക്കൂട്ടം വരുന്നു. ഇതുണ്ടാവുന്നുണ്ട്. 2 സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ വീഴ്ച. ഇപ്പൊ കേരളത്തിൽ തന്നെ ആലോചിച്ച് നോക്കൂ. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കണക്കൂട്ടലുകൾ തെറ്റുന്നില്ലേ? ഇന്റലിജൻസിന്റെ കണക്കൂട്ടലുകൾ തെറ്റുന്നില്ലേ? ഈ PFIക്കാരെ ഇവിടെ വന്നിട്ട് 2022 വന്നിട്ട് അറസ്റ്റ് ചെയ്യുമ്പം NIAയുടെ സംഘം ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്നത് ഇവരറിഞ്ഞില്ല. ഈ PFIക്കാർ ഇത്തരം വലിയ ക്രിമിനലുകളാണെന്ന് ഇവരറിഞ്ഞില്ല. NIA സംഘം ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് അവര് ഓരോരുത്തർക്കും ചാർട്ട് ചെയ്ത സ്ഥലങ്ങളിലേക്ക് അവർ മൂവ് ചെയ്തു. അവരെ വീട് ലൊക്കേറ്റ് ചെയ്യുന്നു. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് ഒരു രീതിയിലും ലീക്ക് ആവാതിരിക്കാൻ വേണ്ടി പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുക്കും. ഇത് 2 സമീകരിക്കേണ്ടതുണ്ട്. അതായത് സ്പെഷ്യൽ ബ്രാഞ്ചിന് പോലും സ്വന്തം മൂക്കിന് താഴെ ഇങ്ങനത്തെ ക്രിമിനൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന സംവിധാനങ്ങൾ കേരളത്തിൽ നല്ല, ഇന്ത്യയിലെ എല്ലാ പോലീസിനും ഉണ്ട്. ദൗർബല്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 60,000 പേരോൾക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന, ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയത്തിലേക്ക് 2 ലക്ഷത്തോളം പേര് വന്നു. 60,000 പേര് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ളിടത്ത് 1 ലക്ഷം പേര് വന്നാൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. 2 ലക്ഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. നമുക്ക് തന്നെ അറിയാം മകരജ്യോതി സംഭവത്തിലും ബാക്കിയുള്ളതിലൊക്കെ ഉണ്ടായത്. അത് സംസ്ഥാന ഇന്റലിജൻസിന്റെ പിഴവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എസ്റ്റിമേഷൻ ചിലപ്പോൾ തെറ്റിപ്പോകും. ഇതാണുള്ള വിഷയം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, ഈ താരാരാധനയുടെ ബലിമൃഗങ്ങൾ എന്ന ജോയ് മാത്യുവിന്റെ വാക്ക് വളരെ പ്രസക്തമാണ്. വളരെ പ്രസക്തമാണ്. എനിക്ക് തോന്നുന്നു മറ്റേ പാർട്ടിക്കാർ കണക്ക് കൂട്ടിയതിനൊക്കെ അപ്പുറത്തേക്ക് വിവിധ പാർട്ടികളിൽ പെട്ടിട്ടുള്ള വിജയോട് ആരാധനയുള്ള ആളുകൾ കൂടി ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവും. അത് മാത്രമല്ല, വിജയ് ചെയ്തിട്ടുള്ളത്, വിജയ്ക്ക് ആരാധനകത്ത് ഇരുന്നിട്ട് മറ്റുള്ളൊരു പാവങ്ങൾ വെയിലും കൊണ്ട് നിൽക്കുക. ഇത് ഈ വെയിലും മഴയൊക്കെ കൂട്ടിട്ട് അവിടെ സഹിച്ച് നിൽക്കുക. ഇവൻ കാരവാനില വരുന്നത്. പൊളിറ്റിക്സിലെ വേറെ രീതിയാണ്. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്തും ആകും എന്നുള്ള രീതി തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ കാരവാനിൽ ഇരുന്നിട്ട് ഇവൻ വാട്ടർ ബോട്ടിൽ എറിഞ്ഞു കൊടുക്കുക. അപ്പൊ അവന്റെ കൈയുടെ സ്പർശമുള്ള വാട്ടർ ബോട്ടിൽ കിട്ടാൻ വിജയ് തമിഴ്നാട്ടിൽ ഉയർത്തിയിട്ടുള്ള ചില രാഷ്ട്രീയ വിഷയങ്ങളെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല. ഇപ്പോൾ ജയലളിതയുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് AIADMK വ്യതിചലിച്ചു. അവർ BJPയുമായിട്ട് സഖ്യം ചേരുന്നു. ഈ ആരോപണമൊക്കെ വളരെ പ്രസക്തമല്ലേ? പ്രസക്തമാണ്. അതായത് അവിടെ ഈ ദികക്ഷി രാഷ്ട്രീയമാണല്ലോ നിന്നുകൊണ്ടിരുന്നത്. ഒരു വശത്ത് ജയലളിതയും കരുണാനിധിയും തമ്മിലുള്ള. അത് മാത്രമല്ല, ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഏറ്റവും വൃത്തികെട്ട രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഈ, അതായത് വ്യക്തി വൈരാഗ്യത്തിന്റെ അങ്ങേ തലക്കിലേക്ക് എത്തുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. ഇവർ തമ്മിലെത്തിയതിനു ശേഷം MGR മരിച്ചപ്പോൾ ശവസംസ്കാര ചടങ്ങിൽ, കാരണം ആ സംസ്കാര ചടങ്ങിൽ മറീന ബീച്ചിലായിരുന്നു തോന്നുന്നു അതിന്റെ സംസ്കാര ചടങ്ങുകൾ കിടന്നത്. എനിക്ക് എവിടെയാണെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല. അവസാനം കുതിരപ്പട്ടാളത്തെ രംഗത്തിറക്കേണ്ടി വന്നു. കയറി ചവിട്ടി മതിക്കേണ്ടി വന്നു. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എത്ര പേര് മരിച്ചു? ആത്മഹത്യ ചെയ്യുക. സ്വന്തം അപ്പനും അമ്മയും മരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നില്ല. ഏതെങ്കിലും താരങ്ങൾ മരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുക, അതിൽ മനം നൊന്നിട്ട്. ഇതൊക്കെ ഒരു വല്ലാത്ത മാനസിക വൈകല്യമാണ്. തമിഴ്നാട് പോലുള്ള തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഒരു കലുഷിതമായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പറഞ്ഞത് ഇന്ത്യയിലെ വേറെ ഏതൊരു സംസ്ഥാനത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ വ്യക്തി വൈരാഗ്യത്തിന്റെ അങ്ങേ തലക്കിൽ നിൽക്കുന്നതാണ്. പറയുമ്പം മുലായം സിംഗ് യാദവും മായാവതിയും തമ്മിൽ അതുണ്ടായിരുന്നു. സിദ്ധരാമയ്യയും യെദ്യൂരപ്പയും തമ്മിൽ അതുണ്ടായിരുന്നു കർണാടകയിൽ. പക്ഷെ അവിടെയൊക്കെ കാണാത്ത ചില മുഹൂർത്തങ്ങൾക്ക് തമിഴ്നാട് നിയമസഭ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കരുണാനിധി അധികാരത്തിലിരിക്കുമ്പം പാഞ്ചാലി വസ്ത്രാക്ഷേപത്തെക്കാൾ വലിയ വസ്ത്രാക്ഷേപം ജയലളിത നടത്തിയിട്ടുണ്ട്. അന്നാണ് ജയലളിത പറഞ്ഞു, ഇനി മുഖ്യമന്ത്രിയായിട്ട് നിയമസഭ വരുള്ളൂ എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പകരം വിട്ടു. വയസ്സുകാലത്ത് ഇങ്ങനെ പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കരയുന്ന ഫോട്ടോ നമ്മൾ കണ്ടു. കരുണാനിധിയെ തൂക്കി വീഡിയോ ഉണ്ട്, ആ വീഡിയോ. അപ്പം ഇങ്ങനത്തെ രീതിയിലേക്കാണ് പോകുന്നത്. അവിടെ വിജയ് ഇതിനിടയ്ക്ക് സ്പേസ് കണ്ടെത്താൻ നോക്കിയത്. കമലഹാസൻ ട്രൈ ചെയ്ത് നോക്കി, ക്ലച്ച് പിടിച്ചില്ല. വിജയകാന്ത് ട്രൈ ചെയ്ത് നോക്കി, ക്ലച്ച് പിടിച്ചില്ല. വിജയ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രൊഫഷനേക്കാൾ ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അടിത്തട്ടിൽ ഫാൻ ബേസ് ഉണ്ടാക്കുകയും അതിനെ ഒരു കേഡർഷിപ്പ് പാർട്ടി സംവിധാനത്തിലേക്ക് മെല്ലെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ട് വിജയുടെ ഇതിനിടയ്ക്ക് കയറി കളിക്കാനുള്ള ശ്രമമാണ് നടത്തി. അവിടെ അരവിന്ദ് കെജ്രിവാളാണ് വിജയുടെ റോൾ മോഡൽ. BJPയും കോൺഗ്രസും മാറി മാറി ഭരിക്കുകയും പിന്നീട് ഷീലാ ദീക്ഷിത് 15 വർഷത്തോളം ഭരിക്കുകയും അതിന് മുമ്പ് BJPയും ഭരിച്ചിട്ടുണ്ട്. സുഷമ സ്വരാജ് മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കൂടെ ഒരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുക ചെയ്ത് ആ പൊളിറ്റിക്സ് പോലും പിന്നീട് പാപ്പരത്വമായിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു. എന്താണ് അരവിന്ദ് കെജ്രിവാൾ എന്നുള്ള റിയൽ ഫേസ് പിന്നീട് നമ്മൾ തിരിച്ചറിയുമ്പം അരവിന്ദ് കെജ്രിവാളിനേക്കാൾ ഫാർ ബെറ്റർ ആയിരുന്നു BJPയും കോൺഗ്രസും എന്ന് തിരിച്ചറിയുകയും ഷീലാ ദീക്ഷിത് എന്ന് പറയുന്നത് അവസാന കാലത്ത് നെഞ്ചുരുക്കി മരിച്ച ഒരു രക്തസാക്ഷിയാണെന്നുള്ള ഷീലാ ദീക്ഷിതിനെയും അതേപോലെ സുഷമ സ്വരാജിനെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരിക്കലും കുറേ കാലം അവർ ഇരുന്നിട്ടുള്ളൂ. അവരൊക്കെ നമ്മളിപ്പോഴും മനസ്സിൽ സ്നേഹിക്കുന്ന ആളുകളെ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആ ഒരു മോഡലിനെ പിന്തുടർന്നുകൊണ്ട് ഒരു ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് വെക്കുമ്പം അതിനൊരു ഐഡിയോളജിക്കൽ പിൻബലമില്ലായിരുന്നു. അങ്ങനെ സാധനമില്ല.
ഇവന്റെ ഈ ഒരു ഫാൻ ബേസിനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് സിനിമയിലെ കരിസ്മ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടുള്ളത്. വിജയെ സംബന്ധിച്ചൊരു ഐഡിയോളജി എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പാവപ്പെട്ടവന്റെ രാഷ്ട്രീയമാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ദാരിദ്ര്യത്തെക്കുറിച്ച് അഡ്രസ്സ് ചെയ്തു പോകുന്നുണ്ട്, യുവാക്കളുടെ തൊഴിലില്ലായ്മയെക്കുറിച്ച് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, കൃഷിക്കാരുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്തു പോയിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജയലളിത ഉയർത്തിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യത്തിൽ നിന്നും AIADMK പുറകോട്ട് പോയിരിക്കുന്നു, അവർ BJP പോലെയുള്ള വർഗീയ പാർട്ടികളുമായിട്ട് സന്ധി ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു ഐഡിയോളജി വരുന്നുണ്ടല്ലോ. അവിടെ ഒരു ഐഡിയോളജി വരുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഒന്നുമല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ജനിച്ചതും വളർന്നതും എവിടെയാ? യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ വെച്ച് നോക്കുമ്പോൾ ഒരു രാജകുമാരനെ പോലെ പിന്നെ വളർന്ന ഒരാളാണ്. അസ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുണ്ട്. ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാലിൽ എന്ന് പറഞ്ഞ പോലെ ഇതിലെ പരിമിതികൾ അനുഭവിച്ചിട്ടുണ്ട്. കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ തന്നെയാണ് പുള്ളി അന്തർമുഖനാക്കി മാറ്റിയെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം എന്ന് വെച്ചാൽ കനത്ത സെക്യൂരിറ്റിയിലാണ് അവർ പഠിക്കുന്നത്. അവർക്ക് പലപ്പോഴും സ്പെഷ്യൽ ടീച്ചറെ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. കൂടെയുള്ള കുട്ടികളുടെ കൂടെ കളിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ബാല്യത്തിലൂടെ കടന്നു വന്നതാണ്. പക്ഷേ ആ രാഹുൽ ഗാന്ധി കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ നടന്നു. വിജയ് വെയിലുകൊണ്ട് നടക്കുവോ? കുട പിടിച്ചു കൊടുത്തും പുറകെ നിൽക്കേണ്ടി വരും. കാരവാനകത്ത് വന്നിട്ട് ഈ കുപ്പി ആൾക്കാരുടെ ഇടയിലേക്ക് എറിയ ആപ്പിള്, സിൽക്ക് സ്മിത ആപ്പിൾ എറിഞ്ഞതും ഇവൻ കുപ്പി എറിഞ്ഞതും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളേ? സിൽക്ക് സ്മിത ഇവനേക്കാൾ എത്രയോ നല്ലതായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് വിജയ് ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് വെക്കുന്നു എന്ന് പറയുമ്പം നിലത്തിറങ്ങി പണിയെടുത്തിട്ടില്ല. കയ്യിലെ പൈസ കൊണ്ട് സിനിമാ ഫീൽഡിലെ പൈസ എങ്ങനെ പോകുന്നതെന്നുള്ളത് നമുക്കറിയാലോ. അവർക്ക് കിട്ടുന്ന ഒറിജിനൽ വേതനമോ ബാക്കിയുള്ള കാര്യങ്ങളോ അല്ലല്ലോ. അത് പലതും അക്കൗണ്ടബിൾ അല്ല. വൈറ്റ് ആയിട്ട് മേടിക്കുന്ന പൈസ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു സംസ്ഥാനത്തേക്ക് പർച്ചേസ് ചെയ്യാൻ തീരുമാനിക്കുക. ഈ നിരക്ഷരരായ പാവപ്പെട്ട മനുഷ്യരുടെ മനസ്സിനെ പിന്നെ വിലയ്ക്ക് മേടിക്കാൻ തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയം അപകടകരമായ രാഷ്ട്രീയമാണ്. നാളെ അദാനിയും അംബാനിയുമായി വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ വിലയ്ക്ക് മേടിക്കാം. അവിടെയാണ് അതിന്റെ കുഴപ്പം നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വിജയിനെ അംഗീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. സംസ്ഥാന ഇന്റലിജൻസിന്റെ ഭാഗത്തുനിന്ന് പിഴവ് വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ സ്വാഭാവികമായും പിഴവ് വരും. പക്ഷേ വിജയ് ദുരന്തത്തിന് ശേഷം നേരെ പോയത് വീട്ടിലോട്ടാണ് പോയത്. സ്റ്റാലിൻ കയറി ഗോളടിച്ചു. 2 മന്ത്രിമാരവിടെ വന്നു. ഒരു മന്ത്രി കരഞ്ഞു, മറ്റേ മന്ത്രിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട്. അവിടുത്തെ സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഞാനും CP ഒക്കെ കരയും. പക്ഷെ എന്നാൽ പോലും ചിലപ്പോൾ കരുണയില്ലാതെ സംസാരിച്ചു പോകുന്നത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഫാൻസ് ആയിട്ട് ആൾക്കാർ മാറിപ്പോകുന്നതിലുള്ള അപകടമാണ്. ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ആലോചിക്കേ, തൊപ്പി എന്ന് പറയുന്ന ഒരുത്തം ചെല്ലുമ്പോൾ പിള്ളേരെല്ലാം കൂടെ കൂടുക, ഇവർ റോൾ മോഡലാകുക. പിന്നെ സണ്ണി ലിയോൺ വന്നപ്പോൾ എറണാകുളം സ്തംഭിച്ചു പോയി. ഇവിടെ VS വന്നാലോ, ഉമ്മൻചാണ്ടി വന്നപ്പോഴും, പിന്നെ നായനാർ വന്നപ്പോഴും, പിന്നെ ഇപ്പൊ പിണറായി വിജയൻ വന്നാലും, രമേശ് ചെന്നിത്തല വന്നാലോ, രാഹുൽ ഗാന്ധി വന്നാലോ, നരേന്ദ്രമോദി വന്നിട്ട് ഒരു സ്തംഭിച്ചിട്ടില്ല. സണ്ണി ലിയോൺ വന്നപ്പോൾ സ്തംഭിച്ചു. എവിടെയാണ് നമ്മളെ യുവത്വം എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ യുവത്വത്തിന്റെ റോൾ മോഡലായിട്ട് ആരും മാറുന്നു? ഇതൊരു വലിയ ചോദ്യമാണിത്. ഇത് അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നതാ. വേണ്ട, അഖിൽ മാരാർ വലിയ ലോക പ്രശസ്തരാണ്. ലോകത്തെ പിന്നെ അതായത് അമേരിക്കൻ പ്രസിഡന്റ് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നു. റഷ്യയുടെയും ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കാമെന്ന് മാത്രമേ ഇനി പുള്ളി പറയാൻ ബാക്കിയുള്ളൂ. അതിന്റെ മീഡിയേഷൻ ഞാൻ നടത്തിക്കൊള്ളാം എന്നുള്ളത്. ബാക്കി എല്ലാം പറഞ്ഞ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്ന സിനിമ എടുത്തിട്ട് എന്തായി? 4000 പേരെ കണ്ടെന്നാ പറഞ്ഞു കേട്ടോ. ഒരു സിനിമ. സന്തോഷ് പണ്ഡിറ്റ് ഇവനേക്കാളും വലിയ ഹീറോ അല്ലേ? സന്തോഷ് പണ്ഡിറ്റ് ഒക്കെ വേറെ ലെവലാ. ഈ പറയുന്ന അലിൻ ജോസ് പെരേര ഒരു ഷോർട്ട് ഫിലിം എടുത്തു കഴിഞ്ഞാൽ അത് 10,000 കണക്കിന് ആൾക്കാർ, 10,000, 200, 2 ലക്ഷത്തിന് 3 ലക്ഷം ആൾക്കാർ കാണുന്നു. പക്ഷെ അവർക്കുള്ള ഫാൻ ബേസ് പോലും ഇല്ല ഇവനെന്നുള്ളത് അവന് സ്വയം തിരിച്ചറിഞ്ഞു. അതിന് ശേഷം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവൻ പറയുന്നത് അവനെ പറ്റിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സ്വയം അങ്ങ് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന്റെ കുഴപ്പമുണ്ട്. മാത്രമല്ല പൊളിറ്റിക്സിന്റെ ABCD അറിയാത്ത, അതായത് ജനങ്ങളുടെ മനോദൗർബല്യം മുതലെടുക്കുകയും അങ്ങനെ എനിക്ക് ആ സ്പേസിൽ കൂടെ കടന്നു വരാമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന, ചുളുവിൽ കയറി വരാൻ നോക്കുന്ന ഒരാളാണ് വിജയ് എന്നാണ് ഞാൻ പറയുന്നത്. വിജയകാന്ത് നോക്കിയിട്ട് നടക്കാത്തടത്ത്, കമലഹാസൻ നോക്കിയിട്ട് നടക്കാത്തടത്ത് അവർക്കൊക്കെ പിന്നീട് അസോസിയേറ്റ് ചെയ്യേണ്ടി വന്നു ഓരോ മുന്നണിയായിട്ട്. വിജയ് നോക്കിയത് 2025 ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് ഭരണം കിട്ടിയില്ലെങ്കിലും പ്രധാന പ്രതിപക്ഷമാവുക. അതോടുകൂടി AIADMK അപ്രസക്തമാവും. ഇവനും സ്റ്റാലിനും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റ് ആവും. ഇവൻ ഒപ്പോസിഷൻ ലീഡർ ആവും. 2030 CM ആവാം. അപ്പോഴും തമിഴ്നാട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായിട്ടൊക്കെ തന്നെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഇതായിരുന്നു ടാർഗറ്റ്. ഞാൻ പറഞ്ഞ വെയിൽ കൊള്ളട്ടെന്നേ. അവൻ വാളയാറ് തൊട്ട് അങ്ങ് വരെ നടക്കട്ടെ. രാഹുൽ ഗാന്ധി നടന്ന പോലെ രാജ്യം മുഴുവൻ നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നടക്കും. ഇവൻ ജന്മത്തിൽ നടക്കത്തില്ല. അവൻ കാരവാൻ്റെ അകത്തുനിന്ന് ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഒന്നിറങ്ങും. ക്യാമറക്കാരെ വെച്ചിട്ട് PR ടീമിനെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നടക്കുന്ന വീഡിയോ എടുക്കും. അത്രേ ഉള്ളൂ. തമിഴ്നാട് പൊളിറ്റിക്സിൽ എല്ലാവരും കാരവാനകത്താണ്. ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല. അപ്പൊ പിന്നെ ഇവൻ ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് വെച്ചു എന്ന് പറയരുത്. ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചു എന്നുള്ള സാധനമൊന്നുമില്ല. മനുഷ്യർ പൊട്ടന്മാരാണ് എന്ന ധാരണയിൽ നിന്നുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചില കുഴപ്പങ്ങളാണ്. അപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, എന്നാളെ പിന്നെ അച്ഛൻ്റെ ജന്മദിനം എന്നാ എനിക്കറിയത്തില്ല എന്നോ ഓർമ്മയില്ല എന്ന് പറയും. വിജയുടെ ജന്മദിനം അറിയും, കമലഹാസന്റെ ജന്മദിനം അറിയും, മമ്മൂട്ടിയുള്ളത് അറിയും, മോഹൻലാലിന്റെ അറിയും. ഓർത്ത് വെച്ചേക്ക് ഇവൻ മനസ്സിൽ. ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും അവൻ അറിയും. അതേസമയം മറ്റേത് ഇവൻ എഴുതി വെച്ചാൽ പോലും നോക്കി കണ്ടുപിടിക്കണം. ഇവൻ അറിയത്തില്ല സ്വന്തം അച്ഛൻ്റെ അമ്മയുടേതും
സ്വന്തം മക്കളെ ചോദിച്ചാൽ മര്യാദയ്ക്ക് അറിയുമെന്നുള്ളത് സംശയമാണ്. അതേ ഞാൻ പറഞ്ഞത്, സ്വന്തം കുഞ്ഞുങ്ങൾക്ക് 1/2 ഗ്ലാസ് പാല് വാങ്ങിക്കൊടുക്കാൻ കഴിവില്ലാത്ത സാധാരണക്കാരൻ അവൻ ഒരാഴ്ചത്തെ അവൻ്റെ വരുമാനം എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് സിനിമ റിലീസാവുന്നെന്ന് വലിയ കട്ടൗട്ട് വെച്ചതിൻ്റെ മേളിൽ കൊണ്ടിട്ട് 5 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക. നാണമില്ല, ദേവന്മാരൊക്കെ ചത്തു പോവുക നല്ലതെന്നുള്ള അഭിപ്രായം എനിക്കിതിനകത്തുള്ള മനുഷ്യത്വരഹിതമാണെങ്കിൽ പോലും ഞാൻ ആ വാക്കുകൾ അടിയുറച്ചു നിൽക്കുന്നു. പക്ഷേ ഇവർ കൈപിടിച്ചു കൊണ്ടുപോയ പിഞ്ചു കുഞ്ഞുങ്ങൾ, അവർ കാരണം അനാഥമാകുന്ന പട്ടിണിയിലാവുന്ന കുടുംബങ്ങൾ, അവരെ കുറിച്ച് ആലോചിച്ച് വേദനയുണ്ട്. എന്തായിരുന്നാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇന്ത്യയിലെ ഏറ്റവും രാഷ്ട്രീയ പ്രബുദ്ധതയില്ലാത്ത ആളുകളായി തമിഴ്നാട്ടുകാർ മാറുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. തമിഴ്നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലിബറുള്ള ചെന്നൈ IIT, ഗോരഖ്പൂർ IIT ആണ് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 IIT-കളായിട്ട് അറിയപ്പെടുന്നത്. ചെന്നൈ IIT പഠിച്ചിറങ്ങിയിട്ട് M.Tech ഒക്കെ കഴിഞ്ഞ ആൾക്കാർ പലരും പല വിദേശ രാജ്യങ്ങളിൽ, എനിക്കത് വ്യക്തിപരമായിട്ട് പരിചയമുള്ളവരുണ്ട്, പല വിദേശ കമ്പനികളിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ സായിപ്പന്മാരെ മേളിൽ പ്രൊജക്ട് മാനേജർമാരായിട്ടിരിക്കുന്നത് ചെന്നൈ IIT-യുടെ പ്രൊഡക്റ്റുകളാണ്. അത് കൂടുതലും തമിഴ്നാട്ടുകാരും ആന്ധ്രക്കാരുമാണ്. പക്ഷേ ആ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഉണ്ടെന്നുള്ളതും അവർ ഇവന്മാരെ പുറകെപ്പെട്ട് അവരുടെ സമയം കളിയാണെന്നുള്ളതും അവർക്ക് ഉണ്ടാവുന്നില്ലല്ലോ എന്നുള്ള സത്യത്തിൽ തമിഴ് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് തമിഴിലെ ചാനൽ തുടങ്ങിയിട്ട് ഇത് എയർ ചെയ്യാമായിരുന്നു എന്നുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്.